മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോപിക അനിലും ഭർത്താവായ ഗോവിന്ദ് പത്മസൂര്യയും. ഒരു വർഷം മുൻപായിരുന്നു ഇരുവരും വിവാഹിതരായത്. ഞങ്ങളുടേത് പ്രണയ വിവാഹമല്ല എന്നും അറേഞ്ച്ഡ് മാരേജ് ആണ് എന്നും വ്യക്തമാക്കിക്കൊണ്ട് അന്നേ താരദമ്പതികൾ എത്തിയിരുന്നു. പിന്നീട് അങ്ങോട്ട് പ്രണയത്തിലൂടെയുള്ള ഇരുവരുടെയും ജീവിതം തന്നെയായിരുന്നു മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരെല്ലാവരും കണ്ടത്. ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഗോപിക അനിലും ഭർത്താവ് ഗോവിന്ദ് പത്മസൂര്യയ്ക്കുമുള്ളത്. ഇരുവരും അഭിനയ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നതായതുകൊണ്ട് തന്നെ അഭിനയത്തിൽ നിന്നും ഒരിക്കലും മാറി നിൽക്കില്ല വിവാഹശേഷം എന്നായിരുന്നു ഇരുവരും ഉറപ്പിച്ചു പറഞ്ഞിരുന്നത്. എന്നാൽ വിവാഹത്തിന് ശേഷം ഗോപിക അനിലിനെ അങ്ങനെ മിനി സ്ക്രീനിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതാ താരദമ്പതികളെ തേടിയെത്തിയ സന്തോഷ വാർത്ത തന്നെയാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്. വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ തികയും മുൻപ് തന്നെ ഇരുവരും ഈ വിശേഷ വാർത്ത ആരാധകരുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഗോപിക അനിലിനെ വിവാഹത്തിന് ശേഷം മിനി സ്ക്രീനിലൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ആരാധകർക്കെല്ലാം വലിയ സങ്കടമായിരുന്നു. തനിക്കിഷ്ടപ്പെട്ട പ്രൊജക്ടൊന്നും വരുന്നില്ല എന്നായിരുന്നു അന്ന് താരം മറുപടി നൽകിയിരുന്നതും. എന്നാൽ ഇപ്പോൾ ഇതാ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഗോപിക. ബാലതാരമായി സിനിമയിലൂടെയാണ് താരം തന്റെ കരിയർ ആരംഭിച്ചത്. പിന്നീട് പഠനവും മറ്റു തിരക്കുകളുമായതുകൊണ്ട് അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാത്തിനും ഒടുവിൽ സിനിമയിലേക്ക് തന്നെ തിരിച്ച് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. സുമതി വളവ് എന്ന് പറയുന്ന പുതിയ സിനിമയിലേക്കാണ് നടിക്ക് അവസരം ലഭിച്ചത്. ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. ഈ കഴിഞ്ഞ മെയ് 8 സുമതി വളവ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തത്. സിനിമയുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. ഇതിനിടയിൽ സുമതി വളവ് സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾക്കിടയിൽ ചോറ്റാനിക്കരയിൽ വെച്ച് ഊർവശിയെ കാണാൻ സാധിച്ചതിന്റെ സന്തോഷമാണ് നടി ഗോപിക അനിൽ ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നത്. ഊർവശി ചേച്ചിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾക്ക് താഴെ ഗോപിക അനിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ചോറ്റാനിക്കരയിൽ വെച്ചും ഊർവശിയെ കാണാനുള്ള അവസരം എനിക്കുണ്ടായി. ഇതൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഉടൻ തന്നെ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രൊജക്ടിന്റെ എങ്കിലും ഭാഗമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ ഗോപിക അനിൽ പറയുന്നത്. ഗോപിക അനിലിന്റെ കരിയർ തന്നെ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. മിനി സ്ക്രീനിൽ നിന്നും വീണ്ടും സിനിമയിലേക്ക്.